തിരുവനന്തപുരം കന്റോൺമെന്റ് ഹൗസിൽ മരച്ചില്ലകൾ മുറിക്കാനെത്തിയ തൊഴിലാളിയുടെ കൈവിരലുകൾ മരത്തിനിടയിൽ കുരുങ്ങി. ആര്യനാട് സ്വദേശി രാധാകൃഷ്ണന്റെ വിരലുകളാണ് കുരുങ്ങിയത്. ഫയർഫോഴ്സ് എത്തിയാണ് രാധാകൃഷ്ണനെ രക്ഷപ്പെടുത്തിയത്. വിവരങ്ങൾ നൽകാൻ ഹരി മോഹൻ ചേരുന്നുണ്ട്. ഹരി, എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? രേഷ്മ, പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക പദ്ധതിയായിട്ടുള്ള കന്റോൺമെന്റ് ഹൗസിന്റെ മുകളിലേക്ക് 2 മരച്ചില്ലകൾ നിൽപ്പുണ്ടായിരുന്നു. അത് അപകടകരമായ വിധത്തിലാണ് നിന്നിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ തൊഴിലാളികളെ വിളിച്ച് ആ 2 മരച്ചില്ലകളും മുറിച്ചു മാറ്റാൻ വേണ്ടി നിർദ്ദേശിച്ചത്. പക്ഷേ ആ മരച്ചില്ല മുറിക്കാൻ കയറിയ ആര്യനാട് സ്വദേശിയായിട്ടുള്ള രാധാകൃഷ്ണനാണ് ഈ അപകടം സംഭവിച്ചത്. അതായത് 2 മരച്ചില്ലകൾക്കിടയിൽ അദ്ദേഹത്തിന്റെ 3 വിരലുകളാണ് പെട്ടത്. അവിടെ ആ വിരലുകൾ അവിടെ നിന്ന് ആ വിരലുകൾ തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധത്തിലായി പോയി. അത്രത്തോളം മരച്ചില്ലകൾക്കിടയിൽ കുടുക്കിപ്പോയിരുന്നു. രാധാകൃഷ്ണന്റെ കരച്ചിൽ കേട്ടാണ് കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് വരികയും ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിളിക്കുകയും ചെയ്തു. ഏകദേശം 70 അടിയോളം ഉയരത്തിലാണ് ആ മരത്തിൽ കയറി ഫയർഫോഴ്സ് രാധാകൃഷ്ണനെ അവിടെ നിന്ന് രക്ഷിച്ചത്. ആ സമയത്ത് പ്രതിപക്ഷ നേതാവും കന്റോൺമെന്റ് ഹൗസിൽ ഉണ്ടായിരുന്നു. അദ്ദേഹവും പുറത്തേക്ക് ഇറങ്ങി വന്ന് അവിടെ ഫയർഫോഴ്സിനെ വിളിക്കുന്നതിലും അവിടെ നടത്തിയ രക്ഷാപ്രവർത്തനത്തിലൊക്കെ ഭാഗമാവുകയും ചെയ്തു. ഇപ്പോൾ നിലവിൽ രാധാകൃഷ്ണൻ ആശുപത്രിയിലാണ്. അദ്ദേഹത്തിന് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. രേഷ്മ. ശരി ഹരി.